Hi children, welcome to science class. Today you are going to study new lesson. Chapter name Chemical Effects of Electric Current. Chapter name Chemical Effects of Electric Current. In previous class you studied about good conductors and poor conductors. What are good conductor? Good conductor എന്ന് പറഞ്ഞാൽ എന്താ? You have learned earlier that the materials which allow electric current to pass through them are good conductors of electricity. ചില മെറ്റീരിയൽസ് ഇലക്ട്രിക് കറന്റിനെ അതിലൂടെ പാസ് ചെയ്യാൻ അനുവദിക്കും. അങ്ങനത്തെ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ചില സബ്സ്റ്റൻസ് which do not allow electricity to pass through them. അതിലൂടെ ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യില്ല. ആ സബ്സ്റ്റൻസസ് ആണ് poor conductors. On the other hand, materials which do not allow electric current to pass through them easily are poor conductors of electricity. So, poor conductors ഉണ്ട്, good conductors ഉണ്ട്. Okay, good conductors in example ആണ് copper and aluminum. Metals such as copper and aluminum conduct electricity, whereas materials such as rubber, plastic and wood do not conduct electricity. Poor conductors in examples ആണ് rubber, plastic and wood. Good conductors in example ആണ് copper and aluminum. Okay. ടെസ്റ്ററിന്റെ പിക്ചർ ആണിത്. ടെസ്റ്റർ മീൻസ് സർക്യൂട്ട്. ഇതൊരു സർക്യൂട്ടിനാണ് ടെസ്റ്റർ എന്ന് പറയുന്നത്. ഇതും ഒരു ടെസ്റ്റർ ആണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ടെസ്റ്റർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പോകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റർ ആണ്. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിനെയാണ് ടെസ്റ്റർ എന്ന് മീൻ ചെയ്യുന്നത്. സർക്യൂട്ടിൽ എന്തൊക്കെയാണുള്ളത്? ബാറ്ററിന്റെ രണ്ട് ടെർമിനൽ, രണ്ട് എൻഡ് ഉണ്ട്. ഒരു എൻഡ് ബൾബിലോട്ടും അടുത്ത എൻഡ് ഈ ഒരു ടെസ്റ്ററിന്റെ ഒരു മെറ്റലിലോട്ട് ഫ്രീ എൻഡ്സ് ആണ്. ഇതിനാണ് ഫ്രീ എൻഡ്സ് എന്ന് പറയുന്നത്. ഫ്രീ എൻഡിൽ ഒരു എൻഡ് ഈ ഒരു മെറ്റൽ പോർഷനോട്, ഈ ഒരു എക്വിപ്മെന്റിന്റെ മെറ്റൽ പോർഷൻ ആണത്. ഇവിടെ ഈ ഒരു ഭാഗം മെറ്റൽ ആണ്. ഈ ബാറ്ററിന്റെ മറ്റേ എൻഡ് ബൾബിനോട് കണക്ട് ചെയ്തു. ബൾബിൽ നിന്ന് ഒരു വയർ ഉപയോഗിച്ചിട്ട് ഈ മെറ്റലിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. You can see in the picture, bulb is glow. ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ പിക്ചറിൽ. അപ്പൊ ഇതൊരു ഗുഡ് കണ്ടക്ടർ ആണ്. അതിനോടൊപ്പം തന്നെയുള്ള ഈ പിക്ചറിൽ സെയിം ഇതേപോലെ തന്നെയാണ്, പക്ഷേ കണക്ഷൻ ഈ മെറ്റൽ പോർഷനിലേക്ക് വരുന്നതിന് പകരം അതിന്റെ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. ഹാൻഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് പുവർ കണ്ടക്ടർ ആണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പുവർ കണ്ടക്ടർ ആണ്. സോ പ്ലാസ്റ്റിക് ഡു നോട്ട് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. That's why bulb do not glow. അതുകൊണ്ട് എന്താവുന്നില്ല? ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ പുവർ കണ്ടക്ടർ ആണ്. മെറ്റൽ ഭാഗത്തോട് വന്ന സമയത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു, ബൾബ് ഗ്ലോ ചെയ്തു. പ്ലാസ്റ്റിക് പോർഷനോട് വന്ന സമയത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല, ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. ഓക്കെ, ഡു ലിക്വിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ലിക്വിഡ്, ഇപ്പൊ ഇതെന്ന് പറയുന്നത് സോളിഡ് ആണ്, സോളിഡ് പോർഷൻസ് ആണ്. സോളിഡ് മാത്രമല്ല, ലിക്വിഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ളത്. To test whether a liquid allow electric current to pass through it or not, we can use the same tester. ഈ സെയിം ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ഇലക്ട്രിസിറ്റി ലിക്വിഡിലൂടെ പാസ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ട് ഇസ് ദ ആക്ടിവിറ്റി? Join the free ends of the tester together for a moment. ഇതിന്റെ ഫ്രീ എൻഡ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഗം, ഈ ഫ്രീ എൻഡ്സ് എന്താ ചെയ്യാൻ പറഞ്ഞത്? ടുഗെദർ. Join the free ends of the tester together for a moment. This complete the circuit of the tester and the bulb should glow. അതിന്റെ ഫ്രീ എൻഡ് നമ്മൾ ഒരു മെറ്റൽ ആയിട്ട് ജോയിൻ ചെയ്ത സമയത്ത് ബൾബ് ഗ്ലോ ചെയ്തു. However, if the bulb does not glow, രണ്ടാമത്തെ കേസിൽ ബൾബ് ഗ്ലോ ചെയ്തില്ല, ഇറ്റ് മീൻസ് ദാറ്റ് ദ ടെസ്റ്റർ ഈസ് നോട്ട് വർക്കിംഗ്. അതിനർത്ഥം ടെസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല, എന്നാൽ സർക്യൂട്ടിൽ എന്തോ പ്രോബ്ലം ഉണ്ട് എന്നാണ്. Can you think of the possible reasons? എന്തൊക്കെയാവാം റീസൺസ്? Is it possible that the connections are loose? ഒന്നുകിൽ അതിന്റെ കണക്ഷൻ ലൂസ് ആവാം, വയർ കണക്ട് ചെയ്തത് ലൂസ് ആയിരിക്കാം. Or the bulb is fused. ഒന്നുകിൽ അല്ലെങ്കിൽ ബൾബ് ഫ്യൂസ് ആയ ബൾബ് ആയിരിക്കാം. Or your cells are used up. എന്താണ്? അല്ലെങ്കിൽ സെൽസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, സെല്ലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ചെക്ക് ദാറ്റ് ഓൾ ദ കണക്ഷൻസ് ആർ ടൈറ്റ്. ഇഫ് ദേ ആർ ദെൻ റീപ്ലേസ് ദ ബൾബ് വിത്ത് അനദർ ബൾബ്. അപ്പോൾ കണക്ഷൻസ് ടൈറ്റ് ആക്കുക. ലൂസായ കണക്ഷൻ ആണെങ്കിൽ ടൈറ്റ് ചെയ്യാം, ബൾബിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ ബൾബ് വെക്കാം. Now test if the tester is working or not. എന്നിട്ട് ടെസ്റ്റർ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. If it is still not working, then replace the cells with fresh cell. അപ്പൊ നമ്മൾ ഫസ്റ്റ്
എന്താ മാറ്റിയത്? ബൾബ് റീപ്ലേസ് ചെയ്തു, അതുപോലെ തന്നെ അതിന്റെ കണക്ഷൻ വയർ കണക്ട് ചെയ്തിട്ടുള്ളത് ടൈറ്റ് ആക്കി, എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഫ്രീ എൻഡ് ജോയിൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും ബൾബ് ഗ്ലോ ചെയ്തില്ല. അപ്പം അതിന് പ്രോബ്ലം സെല്ലിനാണ്. അതിനിപ്പോ സെൽ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു, വേറെ ഫ്രഷ് ആയിട്ടുള്ള സെല്ല് വെച്ചു. ഓക്കെ, നൗ ദാറ്റ് അവർ ടെസ്റ്റർ ഈസ് വർക്കിംഗ്. പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ടെസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ലെറ്റ് us യൂസ് ഇറ്റ് ടു ടെസ്റ്റ് ദ വേരിയസ് ലിക്വിഡ്. ആ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ലിക്വിഡ് കണ്ടക്ട് ചെയ്യുമെന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, look at the activity. Collect a few small plastic or rubber caps of discarded bottles and clean them. കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസിന്റെ ക്യാപ്പ് എടുക്കുക. pour 1 teaspoon of lemon juice or vinegar in 1 cap. ഒരു ക്യാപ്പില് ലെമൺ ജ്യൂസ് എടുക്കുക. bring your tester over this cap and let the ends of the tester dip into lemon juice or vinegar as shown in figure 14.2. ഇതാണ് ടെസ്റ്റർ. നമ്മൾ പിക്ചറിൽ കണ്ട പോലെ എന്താണ്? സെൽ ഉപയോഗിച്ചിട്ടുണ്ട്. സെൽ എന്ന് പറഞ്ഞാൽ സെല്ലല്ല, ബാറ്ററിയാണ്. സെൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? സിംഗിൾ സെല്ലായിരിക്കും. ബാറ്ററി എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 സെൽ വരും. അപ്പൊ ഇവിടെ ബാറ്ററി ഉണ്ട്, ബൾബ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? വയർ ഉപയോഗിച്ചിട്ട് 2 എൻഡ് അല്ലെ? ബൾബ്, ബാറ്ററി, അതിന്റെ 2 എൻഡ് എന്തിലാ ഡിപ്പ് ചെയ്തിട്ടുള്ളത്? ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള പിക്ചർ ആണ് വന്നിട്ടുള്ളത്. Okay, take care that the ends are not more than 1 centimeter apart, but at the same time do not touch each other. അപ്പൊ ഈ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്ററിൽ കൂടുതലാവാൻ പാടില്ല. അത് മാത്രമല്ല ഇത് വളരെ അടുത്താവാനും പാടില്ല. നമ്മൾ അതിന്റെ ഫ്രീ എൻഡ് ഡിപ്പ് ചെയ്യാണ്, ലെമൺ ജ്യൂസിൽ ഡിപ്പ് ചെയ്യാണ്. ഡസ് ദ ബൾബ് ഓഫ് ദ ടെസ്റ്റർ ഗ്ലോ? അപ്പൊ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇതിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ? ഡസ് ദ ലെമൺ ജ്യൂസ് ഓർ വിനിഗർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ബൾബ് ഗ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഹൗ ഡു യു ക്ലാസിഫൈ ലെമൺ ജ്യൂസ് ഓർ വിനിഗർ, എ ഗുഡ് കണ്ടക്ടർ ഓർ എ പുവർ കണ്ടക്ടർ? അപ്പൊ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? Okay, look here. When the liquid between the two ends of the tester allow electric current to pass through them. Liquid എന്താണ്? ടെസ്റ്ററിലുള്ള ഈ 2 എൻഡ് ഉണ്ട്, ഈ 2 എൻഡിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ദ സർക്യൂട്ട് ഓഫ് ദ ടെസ്റ്റർ ബിക്കംസ് കംപ്ലീറ്റ്. അപ്പൊ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആണ്. ദ കറന്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് ആൻഡ് ദ ബൾബ് ഗ്ലോസ്. കറന്റ് ആ സർക്യൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ബൾബ് എന്താവും? ഗ്ലോ ചെയ്യും. when the liquid does not allow the electric current to pass, the circuit of the tester is not complete and the bulb does not glow. അപ്പൊ ഈ സർക്യൂട്ടിലൂടെ കറന്റ് പോയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സർക്യൂട്ട്, ടെസ്റ്ററിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്, ബൾബ് ഗ്ലോ ചെയ്യില്ല. ഓക്കെ, ഇൻ സം സിറ്റുവേഷൻസ് ഈവൻ ദോ ദ ലിക്വിഡ് ഈസ് കണ്ടക്ടിങ്. ചില സിറ്റുവേഷനിൽ ഈ ലെമൺ ജ്യൂസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ബട്ട് ദ ബൾബ് മേ നോട്ട് ഗ്ലോ. പക്ഷെ ബൾബ് ഗ്ലോ ചെയ്യില്ല. ഇറ്റ് മേ ഹാവ് ഹാപ്പൻഡ് ഇൻ ആക്ടിവിറ്റി 14.2. വാട്ട് ക്യാൻ ബി ദ റീസൺ? എന്തായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ റീസൺ? ഡു യു റിമെമ്പർ വൈ ദ ബൾബ് ഗ്ലോസ് വെൻ ദ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ ഇറ്റ്? എന്തുകൊണ്ടായിരിക്കാം ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്തിട്ട് ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യാത്തത്? Due to the heating effect of current, the filament of the bulb gets heated to a high temperature and it starts glowing. ഇപ്പൊ എങ്ങനെയാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത്? കറണ്ടിന്റെ ഹീറ്റിംഗ് എഫക്ട് കൊണ്ട് ബൾബിനുള്ളിലുള്ള ഫിലമെന്റ് നല്ലോണം ഹീറ്റ് ആയിട്ട് റെഡ് ഹോട്ട് ആയി കഴിയുന്ന സമയത്താണ് ബൾബ് ഗ്ലോ ആവുന്നത്. However, if the current through a circuit is too weak, ഇവിടെ കറണ്ട് ഉണ്ട് പക്ഷേ ആ കറണ്ട് too weak ആണെങ്കിൽ, ഇലക്ട്രിസിറ്റി ലെമൺ ജ്യൂസിൽ വെക്കുന്ന സമയത്ത് കറണ്ട് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന കറണ്ട് വളരെ കുറവാണെങ്കിൽ ദ ഫിലമെന്റ് ഡസ് നോട്ട് ഗെറ്റ് ഹീറ്റഡ്. ഫിലമെന്റ് എന്താവില്ല? ഹീറ്റ് ആവില്ല. ആൻഡ് ഡസ് നോട്ട് ഗ്ലോ. അതുകൊണ്ട് ഫിലമെന്റ് ഹീറ്റ് ആവാത്തത് കൊണ്ട് ബൾബ് ഗ്ലോ ചെയ്യില്ല. ഓക്കെ, ആൻഡ് വൈ ഇസ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് വീക്ക്? എന്തുകൊണ്ടായിരിക്കാം സർക്യൂട്ടിലുള്ള കറണ്ട് വീക്ക് ആവുന്നത്? എ മെറ്റീരിയൽ മേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, it may not conduct it as easily as a metal. മെറ്റലിനെ പോലെ, ഇപ്പൊ മെറ്റലിലാണ് വെച്ചതെങ്കിൽ, മെറ്റലാണ് ആ ഫ്രീ എൻഡിനോട് കണക്ട് ചെയ്തതെങ്കിൽ നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ ബൾബ് ഗ്ലോ ചെയ്തത് കണ്ടു. മെറ്റൽ എന്ന് പറയുന്നത് നല്ല കണ്ടക്ടർ ആണ് ഇലക്ട്രിസിറ്റിന്റെ. ആസ് എ റിസൾട്ട് the circuit of the tester may be complete and yet the current through it may be too weak to make the bulb glow. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ലെമൺ ജ്യൂസ് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റില് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വീക്ക് ആണ്. Can we make another tester which can detect a weak current? അപ്പൊ വീക്ക് കറണ്ട്, അതുകൊണ്ടാണ് ബൾബ് അവിടെ ഗ്ലോ ചെയ്യാത്തത്. അപ്പൊ വീക്ക് കറണ്ടിനെ, ചെറിയ കറണ്ട് ആണെങ്കിൽ പോലും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് വേറെ എന്തെങ്കിലും ടെസ്റ്റർ യൂസ് ചെയ്യാമോ? We can use another effect of an electric current to make another kind of tester.
Do you recall that electric current produces a magnetic effect? What happens to a compass needle kept nearby when current flows in a wire? നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ഹീറ്റിംഗ് എഫക്റ്റ് വഴി ഒരു കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ഒക്കെ. ഈവൻ ഇഫ് ദ കറണ്ട് ഈസ് സ്മോൾ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ക്യാൻ ബി സീൻ. അപ്പം ഒരു കറണ്ട് അവിടെ ചെറിയ വീക്ക് ആയിട്ടുള്ള കറന്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ പോലും മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുള്ള കോമ്പസ് നീഡിൽ വെച്ചിട്ടുള്ള ആക്ടിവിറ്റിയിൽ കോമ്പസ് നീഡിലിന് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് വഴി നമുക്ക് കറണ്ട് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു മെത്തേഡാണ് യു മേ യൂസ് ആൻ LED. LED നമുക്ക് യൂസ് ചെയ്യാം. LED ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ 14.3 ആക്ടിവിറ്റിയിൽ LED നമുക്ക് ഇലക്ട്രിക് ബൾബിന്റെ പ്ലേസിൽ LED നമുക്ക് യൂസ് ചെയ്യാം. LED ഗ്ലോസ് ഈവൻ വെൻ എ വീക്ക് കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. അപ്പൊ എന്താവും, LED ഗ്ലോ ചെയ്യും. LEDക്ക് ചെറിയ കറണ്ട് മതി, ഈവൻ വീക്ക് കറന്റ് ആണെങ്കിൽ പോലും LED ഗ്ലോ ചെയ്യും. There are 2 wires attached to an LED. അപ്പൊ ഈ 2 വയേഴ്സ് എന്തായിരിക്കണം, ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള 2 വയേഴ്സിന്റെ എൻഡ് എന്തിലേക്ക് കണക്ട് ചെയ്യുക, LEDയിലേക്ക്. എന്താണ് ഇവിടെ ഒരു LED ബൾബിന് പകരം നമ്മൾ എന്താക്കണം, LED യൂസ് ചെയ്യണം. ഓക്കെ, one lead is slightly longer than the other. അപ്പൊ LED എന്ന് പറയുമ്പോൾ ഇതിന് ഇവിടെ നിങ്ങൾക്ക് 2 കാലുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതിലൊന്ന് കുറച്ച് ലോങ്ങർ ആണ്, ഒന്ന് കുറച്ച് ഷോർട്ടർ ആണ്. Remember that while connecting to a circuit, longer lead is always connected to the positive terminal of the battery. ഇതിന്റെ ലോങ്ങർ ലെഗ് എന്ന് പറയുന്നത് പോസിറ്റീവും ഷോർട്ടർ നെഗറ്റീവും ആണ്. അപ്പൊ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് LEDന്റെ പോസിറ്റീവ് തന്നെയാണ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. LEDന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ടാണ് കണക്ഷൻ വരുന്നത്. Okay children, study well. Next class we will continue. Thank you.